അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ എൻ്റെ സുന്നത്തിനെയും മഹ്ദിയീങ്ങളായ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തിനെയും നിങ്ങൾ മുറുകെ പിടിക്കുക. അല്ലു അലൈഹ ബിൻ നവാജിദി, മുറുകെ പിടിക്കുക മാത്രമല്ല, അല്ലു അലൈഹ, നിങ്ങളതിനെ കടിച്ചു പിടിക്കുക. ഹിദായത്ത് പ്രാപിച്ചവർ, അതാ മഹ്ദിയീങ്ങളെ, സച്ചരിതർ, സച്ചരിതർ, ശരിയായ വഴിയിൽ ചരിച്ചവർ, അതാണ് ഹിദായത്തിന്റെ മാർഗം സ്വീകരിച്ചവർ, മഹ്ദിയീൻ. അല്ലു അലൈഹ, നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കുക. ബിൻ നവാജിദി, അണപ്പല്ലുകളെ കൊണ്ട്. നവാജിദ്, അണപ്പല്ല്. അണപ്പല്ല് കൊണ്ട് നിങ്ങൾ ആ സുന്നത്തിനെ കടിച്ചു പിടിക്കുക. അത് ഒരു സംഗതി കൈകൊണ്ട് പിടിച്ചാൽ നിൽക്കൂല എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ പല്ലുകൊണ്ട് കടിച്ചു പിടിക്കൽ. കൈയോട് പിടിച്ചാലും ഊരി പോകാൻ സാധ്യതയുണ്ട്. എങ്കിൽ നന്നായി കടിച്ചാണ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പല്ലടക്കം പറഞ്ഞു പോകുകയെന്നല്ലാതെ പിടുത്തം വിട്ടുപോകില്ല. അതാണ് ആ കടിയുടെ പ്രത്യേകത, അതാണ് ഇവിടുത്തെ പ്രയോഗം. അപ്പം ഈ ധാരാളം ഖിലാഫുകൾ വരും, അഭിപ്രായ വ്യത്യാസങ്ങൾ വരും, ഫിത്നകൾ വരും. ആ ഫിത്നകളിൽ നബിയുടെ സുന്നത്ത് കൈകൊണ്ട് പിടിച്ചാൽ പോലും നിൽക്കണമെന്നില്ല. അത്രയേറെ ഫിത്നകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഈ ഉമ്മത്തിൽ വരാനുണ്ട്. നബി ഞങ്ങളുടെ ചര്യ, ഖുലഫാഇന്റെ മാർഗം, അതൊന്നും സാധാരണ പിടുത്തം പിടിച്ചാൽ പോലും ഒരാളെ കയ്യിൽ നിന്ന് അതൊക്കെ കുതറി ഒഴിവായി അവൻ തെറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അവിടെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം എന്നാണ്. അത്രയും ശക്തമായി പ്രമാണങ്ങളെ, നബിയുടെ അധ്യാപനങ്ങളെ അത്രയും കണിശമായി സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഒരാൾക്ക് ദീനിൽ ഉറച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. അല്ലാത്തടത്തോളം കാലം ദീനിൽ അവൻ തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലാണ്. നാലാമത്തെ ഉപദേശം, വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ. ഒന്ന് തഖ്വ, രണ്ട് സംഅ, മൂന്ന് ഖിലാഫുകൾ ഉണ്ടാകും. വന്നാൽ നിങ്ങൾ എൻ്റെ സുന്നത്തിനെ, ഖുലഫാന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. നാലാമത്തെ കാര്യം, വഇയ്യാകും, നിങ്ങൾ സൂക്ഷിക്കുക. വമുഹ്ദസാത്തിൽ ഉമൂർ, പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യും. മുഹ്ദസാത്തുൽ ഉമൂർ, ദീനിലേക്ക് പുതുതായി കടന്നു വരുന്ന പുത്തനാചാരങ്ങൾ. മുഹ്ദസാത്ത്, പുതിയ ആചാരങ്ങൾ, മതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങൾ, അതേ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. അപ്പം നബിയുടെ കാലശേഷം മതത്തിലേക്ക് വലുതും കൂട്ടിച്ചേർക്കപ്പെടും എന്നർത്ഥം എന്ന് വരാനുണ്ട്. അതേ നിങ്ങൾ സൂക്ഷിക്കണം. ഇയ്യാകും വമുഹ്ദസാത്തുൽ ഉമൂർ. വ്യക്തമാണ്. വിശദീകരണം വേറെ പറയും. ഇത് കൂട്ടിച്ചേർക്കപ്പെട്ടതല്ല, അസലുണ്ട് അറിയും. അസലുണ്ട്, അതിലേക്കാണ് മറ്റു കൂട്ടിച്ചേർക്കപ്പെടുന്നത് എന്നാണ് പറയാം. അപ്പൊ നിങ്ങൾ പുതിയ ആചാരങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക. കാരണം ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, ഫഇന്ന കുല്ല ബിദ്അത്തിൻ, തീർച്ചയായും എല്ലാ ബിദ്അത്തും ളലാലത്തുൻ, വഴികേടുകൾ തന്നെയാകുന്നു. ബിദ്അത്തായി എന്തെല്ലാം ഉണ്ട് അതൊക്കെ ളലാലത്ത്. പിന്നെ നല്ല ബിദ്അത്ത്, ചീത്ത ബിദ്അത്ത് എന്നൊന്നുമില്ല. പിന്നെ നബി ഹദീസ് പറഞ്ഞിടത്തൊക്കെ എല്ലാ സ്ഥലത്തും പറഞ്ഞത് കുല്ല ബിദ്അത്തിൻ ളലാല എന്നാണ്. അല്ലാതെ രണ്ടൈറ്റം ബിദ്അത്തിന് ഹദീസിൽ എവിടെയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, തീർച്ചയായും ബിദ്അത്തുകളെല്ലാം തന്നെ ളലാലത്താണ്, വഴികേടാണ്. അതുകൊണ്ട് പുത്തൻ ആചാരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ. അപ്പൊ നബി തങ്ങൾ പ്രത്യേകമായി കൊടുത്ത വസീയത്താണ് ഇപ്പത്. സ്വഹാബിമാർ ചോദിച്ചു വാങ്ങിയ, നബിയെ താങ്കൾ വിടവാങ്ങും പോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് വസീയത്ത് വേണം എന്ന് ചോദിച്ചപ്പോൾ കൊടുത്ത വസീയത്തിൽ പോലും നബി പറഞ്ഞതാണ് പുത്തനാചാരങ്ങൾ സൂക്ഷിക്കണം, എല്ലാ ബിദ്അത്തും വഴികേടാണ്. ഞാൻ ഏകദേശം പിന്നെ പുതിയ അധ്യാപനം പറയാനില്ലല്ലോ. ആദ്യകാലത്ത് പറയാനില്ല, ആദ്യകാലത്തെല്ലാം ബിദ്അത്ത് പറഞ്ഞു. പിന്നീടൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലതുണ്ട് എന്ന് പഠിപ്പിച്ചു എന്ന് പറയാൻ പോലും ന്യായമില്ല. ഇതൊക്കെ നബിതങ്ങളുടെ അവസാനത്ത് നൽകുന്ന ഉപദേശങ്ങളാണ്. അതിൽ പോലും പറഞ്ഞത് എല്ലാ ബിദ്അത്തും ളലാലത്താണ് എന്നാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല വഇൻ റആഹ അന്നാസു ഹസന, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, ജനങ്ങൾ അതിനെ നല്ലതാണ് എന്ന് അഭിപ്രായപ്പെട്ടാലും ശരി, ഹസനത്താണ് എന്ന് ജനങ്ങൾ പറഞ്ഞാലും ശരി, ബിദ്അത്താണോ ഹസനത്തല്ല, ഹസനത്താണോ ബിദ്അത്താവൂല്ല. നല്ലതാണെങ്കിൽ ബിദ്അത്തല്ല, ബിദ്അത്താണെങ്കിൽ നല്ലതുമല്ല. അപ്പം നല്ല ബിദ്അത്ത് എന്നൊന്നും ഉണ്ടാവില്ല. ബിദ്അത്തുകളൊക്കെ മോശപ്പെട്ട